നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്ത് വരികയാണ്. വേൾഡ് കപ്പിൽ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളാണ് വിനി ജൂനിയറും ലാമിൻ യമാലും. ലാമിൻ യമാലിന് പരിക്കാണ്, പക്ഷേ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അവൻ പൂർണ്ണ സജ്ജനാകുമെന്നാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ ഈ രണ്ട് താരങ്ങളെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കരീം ബെൻസിമയോടാണ് ചോദ്യം. ബെൻസിമയുടെ മറുപടി, വിനി ജൂനിയറും ലാമിൻ യമാലും രണ്ടുപേരും ഡിഫറൻ്റ് ആണ്. രണ്ടുപേരും കളിക്കളത്തിൽ കില്ലേഴ്സാണ്. എതിരാളികളൊക്കെ അങ്ങ് തീർത്ത് കളയും. രണ്ടുപേരും നമ്മളിങ്ങനെ ഒരു ചെയറിലിരുന്ന് കളി കാണുമ്പോൾ അവരുടെ കളി കണ്ട ആവേശത്തോടു കൂടി നമ്മൾ തുള്ളിച്ചാടിപ്പോവും. അങ്ങനെയുള്ള കളിക്കാരാണ്. ആക്സിലറേഷൻ, റിസ്ക് ടേക്കിങ്, ബിഗ് മാച്ചുകളിലെ പെർഫോമൻസ്, യമാലിൻ്റെ പാസസ് ഫ്രം ഔട്ട്സൈഡ് അത് നമ്മളെ ഞെട്ടിക്കുന്നതായിരിക്കും. വിനിയാണെങ്കിലോ ഫുൾ ഫ്ലോയിലായിരിക്കും. ഫ്രം വിങ്സ് അവൻ ഫുൾ ഫ്ലോയിൽ കളിക്കും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. രണ്ടുപേരും കിടിലൻ പ്ലേയേഴ്സാണ്. ആരാണെന്ന് ചോദിച്ചത്, അല്ലെങ്കിൽ അവരെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഐ ആം നെവർ ദി വോണ്ട് ടു ഗോ ഫോർ കമ്പാരിസൺസ്. ഇങ്ങനെ കമ്പാരിസണുകൾ നടത്തുന്ന ഒരാളല്ല ഞാൻ പറയുക രണ്ടുപേരും മികച്ച പ്ലേയേഴ്സാണ്. രണ്ടുപേർക്കും ഫുട്ബോൾ ലോകത്ത് ഇനിയും നല്ല ഭാവിയുണ്ട് എന്നാണ് കരീം ബെൻസീമ പറയുന്നത്. ഒരർത്ഥത്തിൽ ഇത് ശരിയായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. നമ്മൾ ഈ താരങ്ങളെ കമ്പയർ ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഈ രണ്ടുപേരും അവരവരുടെ ടീമുകൾക്ക് ഏറെ പ്രധാനപ്പെട്ടവരാണ്. അവരവരുടെ ടീമുകളുടെ ശൈലിയിൽ അവർക്ക് വലിയ റോള് വഹിക്കാനുണ്ട്. ഇപ്പോൾ ലാമിൻ യമാൽ ഇനിയിപ്പോൾ ഈ സീസണിൽ ലാ ലീഗ കളിക്കില്ല, പക്ഷെ അദ്ദേഹം വേൾഡ് കപ്പിൽ സ്പെയിനിൻ്റെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കാനുണ്ടാകും. വിനിയോ റയലിൽ ഇപ്പോഴും അവൻ ഗോളടി തുടരുന്നുണ്ട്, മികവ് തുടരുന്നുണ്ട്. കാണികൾ ഇടയ്ക്കിടയ്ക്ക് കൂവുന്നുണ്ടാവും, പക്ഷേ അവൻ്റെ കളിക്ക് ഒരു കോട്ടവും പറ്റിയിട്ടില്ല. ബ്രസീലിൻ്റെ ജേഴ്സിയിൽ ഇതേ കളി അവൻ ആവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. വേൾഡ് കപ്പിൽ ആരായിരിക്കും ഒടുവിൽ ആ കിരീടം ഉയർത്തുക? വിനി ഓർ ലാമിൻ യമാൽ? അതല്ല ഇനി മറ്റാരെങ്കിലും ആവുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.